ഹായ് ഓൾ, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ICDയിലെ 14th ചാപ്റ്ററാണ് ജെനൈറ്റൽ യൂറിനറി സിസ്റ്റം അല്ലെങ്കിൽ യൂറോജെനൈറ്റൽ സിസ്റ്റം എന്നൊക്കെ പറയും. ഇതിൻ്റെ അകത്ത് N കോഡ്സ് ആണുള്ളത്. N0 to N99 വരെ വരുന്ന കോഡ്സ് ആണ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ട് സിസ്റ്റം ഉണ്ട്, യൂറിനറി സിസ്റ്റം ഉണ്ട് ആസ് വെൽ ആസ് ദ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ട്. പക്ഷെ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് യൂറിനറി സിസ്റ്റം ആണ്. അപ്പോൾ നമുക്കറിയാം റീനൽ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് പെയർ ഓഫ് കിഡ്നി ഉണ്ടായിരിക്കും, പെയർ ഓഫ് യുറേറ്റർ ഉണ്ടായിരിക്കും, യൂറത്ര ആൻഡ് യൂറിനറി ബ്ലാഡർ. ഓക്കെ, മെയിൻ ഫംഗ്ഷൻ ഓഫ് ദ കിഡ്നി എന്താ? ഇസ് ടു ഫിൽട്രേറ്റ് അവർ ബ്ലഡ് ടു റിമൂവ് ദി വേസ്റ്റ് മെറ്റീരിയൽ ആൻഡ് ടോക്സിൻസ് എക്സെട്ര. എന്തിനാണ്? ഇൻ ഓർഡർ ടു റെഗുലേറ്റ് ദ ബ്ലഡ് പ്രഷർ, റെഗുലേറ്റ് ദ ബ്ലഡ് കെമിക്കൽസ്, ബോൺസ് ഹെൽത്തി ആക്കി വെക്കാൻ, ആൻഡ് ഓൾസോ ഇൻ ഓർഡർ ടു കീപ് RBC പ്രൊഡക്ഷൻ. ഇതിനൊക്കെ വേണ്ടിയായിരിക്കും. ഓക്കെ, ദെൻ നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് രണ്ട് സ്റ്റേറ്റസ് കോഡ്സ് എന്തായാലും ഓർത്തിരിക്കണം. അതായത് ഒന്ന് റീനൽ ഡയാലിസിസ് സ്റ്റേറ്റസ് കോഡായ Z99.2ഉം ട്രാൻസ്പ്ലാന്റഡ് കിഡ്നി സ്റ്റേറ്റസ് കോഡായ Z94.0യും. ഇതിൻ്റെ അകത്ത് ഗൈഡ് ലൈൻസ് ബേസ് ചെയ്യുന്നത് CKDനെ കുറിച്ചിട്ടാണ്. അപ്പം നമുക്ക് CKD എന്താണെന്ന് നോക്കാം. CKD എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രോണിക് കിഡ്നി ഡിസീസസ് അല്ലെങ്കിൽ ക്രോണിക് റീനൽ ഫെയിലിയർ എന്ന് പറയും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷൻ പതിയെ ഗ്രാജുവലായിട്ട് ലോസ് ചെയ്യാൻ തുടങ്ങും. ഈ ഒരു സ്റ്റേറ്റാണ് CKD എന്ന് നമ്മൾ പറയുന്നത്. ഇനി CKD ഒരു 6 സ്റ്റേജ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ബേസ്ഡ് ഓൺ ദി GFR റേറ്റ്. GFR റേറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലോമർലെസ് ഫിൽട്രേഷൻ റേറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ കിഡ്നി ഒരു മിനിറ്റ് കൊണ്ട് എത്രമാത്രം ബ്ലഡ് ഫിൽട്ടർ ചെയ്യുന്നു എന്നതിന് വെച്ചിട്ടാണ് GFR കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ GFR എന്തിനാണ് നോക്കുന്നത്? നമ്മുടെ കിഡ്നി എത്രമാത്രം ഹെൽത്തി ആണെന്ന് അറിയാൻ. അതായത് എസ്റ്റിമേറ്റഡ് GFR റേറ്റ് എടുത്തിട്ടാണ് നമ്മൾ നമ്മുടെ കിഡ്നി എത്രമാത്രം ഹെൽത്തി ആണെന്നുള്ളത് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ 6 സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്റ്റേജ് നമ്പർ 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4, സ്റ്റേജ് 5 ആൻഡ് സ്റ്റേജ് 6. ഇങ്ങനെയാണ് 6 സ്റ്റേജസ് ഓഫ് CKD എന്ന് പറയുന്നത്. ഈ CKDയുടെ കോഡ് തുടങ്ങുന്നത് N18ലാണ്. അപ്പോൾ സ്റ്റേജ് നമ്പർ 1 അതായത് CKD 1 എന്ന് പറയുന്നത് N18.1 ആണ്. സ്റ്റേജ് 2 N18.2, അങ്ങനെ സ്റ്റേജ് 6 വരെ N18.6 വരെ ഉണ്ട്. ഇനി സ്റ്റേജ് 1 N18.1 ആണെന്ന് പറയും. സ്റ്റേജ് 2 N18.2 ദാറ്റ് ഈസ് മൈൽഡ് സ്റ്റേജ് ആണ്. സ്റ്റേജ് 3 N18.3 അത് മോഡറേറ്റ് സ്റ്റേജ് ആണ്. സ്റ്റേജ് 4 N18.4 ദാറ്റ് ഈസ് സിവിയർ സ്റ്റേജ്. സ്റ്റേജ് 5 N18.5 ആൻഡ് സ്റ്റേജ് 6 ഓൾസോ നോൺ ആസ് ESRD ദാറ്റ് ഈസ് N18.6. എൻഡ് സ്റ്റേജ് റീനൽ ഡിസീസ് എന്ന് വിളിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഗൈഡ് ലൈൻസ് നോക്കാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേജും എൻഡ് സ്റ്റേജും ഉണ്ട്. അതായത് ഏതെങ്കിലും ഒരു സ്റ്റേജും 6th സ്റ്റേജും നമുക്ക് ഉണ്ട്, ഒരു പേഷ്യൻ്റ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ, അതായത് ഒരു ഡോക്യുമെൻറ്റിൽ എൻഡ് സ്റ്റേജും ഏതെങ്കിലും ഒരു സ്റ്റേജും കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് കോഡ് ചെയ്യണം? എൻഡ് സ്റ്റേജ് മാത്രം കോഡ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഒരു പേഷ്യൻ്റ് ഏതെങ്കിലും ഒരു സ്റ്റേജിലുള്ള ഒരു പേഷ്യൻ്റ്, അതായത് ഏതെങ്കിലും ഒരു CKD സ്റ്റേജിലുള്ള ഒരു പേഷ്യൻ്റ് ഡയാലിസിസ് ചെയ്യുന്നുണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ സ്റ്റേജിൻ്റെ കൂടെ ഡയാലിസിസ് സ്റ്റേറ്റസ് കോഡ് കൊടുക്കണം. ഓക്കെ, ഇനി അതുപോലെ തന്നെയാണ് ഏതെങ്കിലും ഒരു സ്റ്റേജിലുള്ള പേഷ്യൻ്റ് അതിൻ്റെ കൂടെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ കൂടെ എന്ത് കൊടുക്കണം? അതായത് ഡയാലിസിസ് സ്റ്റേജിൻ്റെ കോഡ് കൊടുക്കണം. അത് കൂടാതെ ഡയാലിസിസ് ട്രാൻസ്പ്ലാന്റ് കിഡ്നി സ്റ്റാറ്റസ് കോഡും കൊടുക്കണം. ഓക്കെ, ഇനി ഒരു പേഷ്യൻ്റ് സ്റ്റേജ് 5ലാണ്, 5th സ്റ്റേജിലാണ്, പുള്ളി അതിൻ്റെ കൂടെ ക്രോണിക് ഡയാലിസിസും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ പേഷ്യൻറ്റിൻ്റെ ESRD കോഡ് ചെയ്യണം. അതായത് ഒരു പേഷ്യൻ്റ് 5th സ്റ്റേജിലാണ് ആൻഡ് ഈസ് അണ്ടർഗോയിങ് ക്രോണിക് ഡയാലിസിസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കോഡ് ചെയ്യേണ്ടത് ഏതാണ്? ESRD കോഡാണ് ചെയ്യേണ്ടത്. അതായത് 6th സ്റ്റേജ് കോഡ് ചെയ്യണം. അതുപോലെ തന്നെ ഏത് ക്രോണിക് ഡയാലിസിസ് സ്റ്റേറ്റസ് കോഡും കൂടിയും കൊടുക്കണം. അതായത് N18.6ഉം Z99.2മാണ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തത് BPH എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർപ്ലേഷ്യ. അതായത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്യുന്നത് കൊണ്ട് ബ്ലാഡറിൽ നിന്ന് യൂറിൻ പുറത്തേക്ക് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട്, ഇതിനെയാണ് BPH എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ കോമൺ സൈൻ ആൻഡ് സിംറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർജൻറ്റ് നീഡ് ഓഫ്
യൂറിനേറ്റ്, അതായത് വളരെ പെട്ടെന്ന് യൂറിനേറ്റ് ചെയ്യണം എന്ന് തോന്നും, അതായത് ഹോൾഡിംഗ് കപ്പാസിറ്റി വളരെ കുറവായിരിക്കും. പിന്നെ നക്ച്യൂറിയ, ദാറ്റ് ഈസ് ഇൻക്രീസ്ഡ് ഫ്രീക്വൻസി ഓഫ് യൂറിനേഷൻ ഇൻ നൈറ്റ്, അതായത് രാത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നുക. ഡിഫിക്കൽറ്റി ഇൻ സ്റ്റാർട്ടിങ് യൂറിനേറ്റ് ചെയ്ത് തുടങ്ങാൻ ഒരു ഡിഫിക്കൽറ്റി സ്റ്റാർട്ട് ചെയ്യുക. ഇതൊക്കെയാണ് BPHൻ്റെ ലക്ഷണങ്ങൾ. BPH പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ BPHൻ്റെ കൂടെ കുറച്ച് സിംറ്റംസ് കൂടി കൊടുത്തിട്ടുണ്ടായിരിക്കും. നമ്മൾ ടാബ്ല ലിസ്റ്റിൽ വെരിഫൈ ചെയ്യുന്ന സമയത്ത് ഈ BPHൻ്റെ താഴെ കുറച്ച് ഡിസ്ക്രിപ്ഷനും കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അത് വായിച്ച് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ അകത്തുണ്ടാകും അതിൻ്റെ കോഡ്സൊക്കെ. അല്ലാതെ നമ്മൾ ഓരോ കോഡായിട്ട് എടുത്തെടുത്ത് പിന്നെ പോയി ആൽഫബറ്റിക് ഇൻഡെക്സിൽ നോക്കേണ്ട കാര്യമില്ല. അതിന് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ BPHൻ്റെ കോഡ് N40.0, അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ യൂറിനറി റിട്ടൻഷൻ ഉള്ള കോഡുണ്ട്, സ്ട്രെയിനിങ് ഓഫ് യൂറിനേഷൻ ഉണ്ട്, യൂറിനറി ഫ്രീക്വൻസി, ഇതിനുള്ളതൊക്കെ കോഡുണ്ട്. അപ്പോൾ BPHൻ്റെ ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സാധനമൊക്കെ അതിലുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാമത് പോയി എടുത്ത് ആൽഫബറ്റിക് ഇൻഡെക്സിൽ നിന്ന് പോയി എടുക്കേണ്ട ആവശ്യമില്ല. BPHൻ്റെ കോഡ് എടുത്തതിന് ശേഷം നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്ക് വളരെ ടൈം സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ നിൽക്കുക, ഓൾ നിൽക്കുക മാത്രമാണ് എല്ലാ വീഡിയോസും ഇടുമ്പോൾ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ താങ്ക് യു. ഹായ് ഓൾ, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ICDയിലെ 14th ചാപ്റ്ററാണ് ജനൈറ്റൽ യൂറിനറി സിസ്റ്റം അല്ലെങ്കിൽ യൂറോ ജനൈറ്റൽ.